ഒന്നുമില്ല, ഒരു സീസണിൽ സ്ഥിരമായിട്ട് ബലാത്സംഗം ആ പരിപാടിയൊക്കെ ആയിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കും എന്തിനാ എന്നെ വിളിക്കുന്ന ഒരു സ്ഥിരമായിട്ട്. അങ്ങനെ ഏതോ ഒരു നമ്മുടെ നന്ദിനി എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നായിക ഉണ്ടായിരുന്നല്ലോ പണ്ട്, നമ്മുടെ കരുമാടിക്കുട്ടനുള്ള നായിക, അതിലും ബലാത്സംഗം പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 3 പടം അടുപ്പിച്ച് ഞാനായിരുന്നു. മൂന്നാമത്തെ സിനിമ എത്തിയപ്പോൾ അവർ വെച്ചു ഇതിലും നിങ്ങളാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ചിലപ്പോൾ അധികം ആൾക്കാർക്ക് ഇത് അറിയില്ലായിരിക്കാം, അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് അധികം ടേക്ക് പോകാതെ പെട്ടെന്ന് പണി തീർക്കാമെന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നൊരു 3-4 പടം അടുപ്പിച്ച് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാൾ നല്ല ബലാത്സംഗ പേരിനായിരിക്കും, അങ്ങനെയൊന്നും എന്നെ കണ്ട അതൊന്നും ആയിരിക്കില്ല. പക്ഷെ അങ്ങനെ ഒരു ട്രെൻഡ് ഒരു സമയത്ത് അങ്ങനെ ഒരു ത്രൂ ഔട്ട് അത് തന്നെയായിരുന്നു. സിനിമ മാറി, ആ ട്രെൻഡുകളും മാറുന്നുണ്ട്. മാറി ഒരുപാട് മാറി. പല ടോവിയാണ് ചെയ്തത്, പല കഥാപാത്രങ്ങളും മാറിയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ ആർട്ടിസ്റ്റുകളും അതിന് തയ്യാറാവുന്നുണ്ട്. ചില ആർട്ടിസ്റ്റുകളുടെ അടുത്തേക്ക് ചെല്ലാൻ ഡയറക്ടർ ഭയക്കുന്നുണ്ട്. അവരെ കൊണ്ട് ഈ ഭാരം എടുപ്പിക്കാൻ കഴിയുമെന്ന് ഭയപ്പെടുന്ന ഡയറക്ടർമാരുണ്ട്. അതെ ഇല്ല, ആർട്ടിസ്റ്റ് തയ്യാറാവുന്നത് മാത്രമല്ല, അത് ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പോയിന്റ്. എന്നാൽ പണ്ടും എല്ലാ ആർട്ടിസ്റ്റിനും ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ ഇത് ഓഡിയൻസ് ഇയാൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി കാരണം പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ഡയറക്ടറോ സമ്മതിക്കത്തില്ലായിരിക്കാം. അതായിരിക്കാം അങ്ങനെ സ്ഥിരം വില്ലൻ അല്ലെങ്കിൽ സ്ഥിരം ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തന്നെ മാറിപ്പോകുന്നത് അതുകൊണ്ടായിരിക്കാം. ആരും അങ്ങനെ ശ്രമിച്ചിട്ടില്ല. ഇല്ല, അതാണത്, ഓഡിയൻസിൻ്റെ അക്സെപ്റ്റൻസി ഉണ്ട് ഇവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം. ഞങ്ങൾ ജോണി ആൻ്റണിയുടെ ഒരു പടം തുറുപ്പ് വിലാനാണെന്ന് തോന്നുന്നു, അതിൽ അഭിനയിക്കുന്ന സമയത്ത് പട്ടണത്തിൽ ഭൂതം, രാജൻ പി ദേവും ഞാനൊക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞങ്ങൾ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു സീനിലാണ് ഞങ്ങൾ ഒരു വില്ലൻ ഷെയ്ഡിലേക്ക് ക്യാരക്ടേഴ്സ് മാറുന്നത്. അപ്പോൾ ജോണിയോട് ചോദിച്ചു, ജോണി അപ്പോൾ ഈ സീനിലായിരിക്കും ഓഡിയൻസ് അറിയുന്നത് ഞങ്ങളായിരിക്കും ഇതിൻ്റെ പുറകിൽ നിന്നല്ലേ? അപ്പോൾ ജോണി പറഞ്ഞു, ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം നിങ്ങളെ കാണിക്കുമ്പോൾ തന്നെ അറിയും, ഞാൻ ഇതുവരെ എങ്ങനെയും എത്തിക്കാൻ പറ്റുമെന്ന് ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ ഇമേജ് ഉണ്ടല്ലോ. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി വരുന്നു. ഇപ്പോൾ ഓഡിയൻസ് എല്ലാ ടൈപ്പ് ക്യാരക്ടേഴ്സ് അക്സെപ്റ്റൻസ് ചെയ്യുന്നുണ്ട്.